ഇത് 9ാമത്തെ ദിവസമാണ്. കേരള പോലീസിന് ഒരു MLA, ഒരു വ്യക്തിയെ, അതിൽ MLA ആവട്ടെ MP ആവട്ടെ, ഒരു വ്യക്തി ഒളിവിൽ പോയാൽ, കേരളത്തിൽ നിന്ന് മാറി നിന്നാൽ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഒന്നും ഇന്നത്തെ പോലീസിന് ഇല്ലേ? അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ സാങ്കേതിക വിദ്യ വളരെ വളർന്നിരിക്കുകയാണ്. അയാൾ ഉപയോഗിക്കുന്ന ഫോൺ ഒന്ന് ഓണാക്കിയാൽ മതി, ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിയും. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും കേരള പോലീസിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അയാളുടെ ചില സഹായികളെയൊക്കെ പിടിച്ചു, കൂടെ ഉണ്ടായിരുന്ന ചില പയ്യന്മാരെയൊക്കെ പിടിച്ചു. അല്ലാതെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയിട്ടില്ല. അതിനൊരു പക്ഷേ 2 കാരണങ്ങളുണ്ടാവാം. അതിലൊരു പ്രധാന കാരണം, എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം വരെ ഒന്ന് നീട്ടിക്കൊണ്ടു പോകണം. അപ്പൊ എങ്കിലേ ഈ വിഷയം അങ്ങനെ സജീവമായിട്ട് നിർത്താൻ സാധിക്കുള്ളൂ. അതിനായിരിക്കാം ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട, നിൽക്കട്ടെ എന്ന്. ഇനി അതല്ല, രാഹുലിനെ കണ്ടെത്താൻ പറ്റാത്തതാണ് കാരണമെങ്കിൽ നമ്മൾ ഈ പോലീസിനെ പറ്റി, കേരള പോലീസിനെ പറ്റി എന്താണ് ധരിക്കേണ്ടത്? അവരുടെ കഴിവുകളെ പറ്റി. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നാണ് കേരള പോലീസിനെ പറ്റി പണ്ട് തൊട്ടേ പറയുന്നത്. അന്വേഷണത്തിലും പ്രതികളെ കണ്ടെത്തുന്നതിലും മറ്റു കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന ശുഷ്കാന്തി, അതിലുണ്ടാവുന്ന വിജയം, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ലൊരു പോലീസ് സേനയായിട്ടാണ് കേരളത്തിലെ പോലീസിനെ കാണുന്നത്. ഒരു കേസിൽപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി നൽകി നിൽക്കുന്ന ഒരു പ്രതിയെ 9 ദിവസമായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇവർക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ എന്തൊരു പരാജയമാണ്. ഇതുപോലൊരു പരാജയം വേറെ എന്താണ് എന്ന് ചോദിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ.